ഹായ് ഡിയേഴ്സ്, അപ്പോൾ വറുത്തരച്ച ബീഫ് കറിക്ക് ആവശ്യത്തിന് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ഇട്ട് കരിഞ്ഞില്ല എന്ന ഭാഗം ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത്, ചട്ടിയിൽ വേവിച്ച ഇപ്പോഴൊന്നും ബീഫ് വെന്ത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സ് എടുത്ത് കുക്കറിലേക്ക് മാറ്റി കുറച്ച് ഉപ്പിട്ട് 7 വിസിലിന് വേവിക്കുകയാണ്. വിസിലൊക്കെ പോയതിന് ശേഷം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരുംജീരകം, കറിവേപ്പില, തേങ്ങാക്കൊത്ത് എന്നിവ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം വലിയുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്നു വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തു. ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും അതിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് തന്നെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരും. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫും നമ്മുടെ ഈ മസാലയും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബീഫ് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വറുത്തരച്ച ബീഫ് കറി റെഡി.